എൻ ബീരേൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ രാജിയെ തുടർന്ന് നാളെ തുടങ്ങാനിരുന്ന നിയമസഭാ സമ്മേളനം മരവിപ്പിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല. വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ 21 മാസങ്ങൾക്ക് മുൻപാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിൽ സമാധാനം പലപ്പോഴും തടസ്സപ്പെട്ടു. മുഖ്യമന്ത്രി ബീരേൻ സിംഗിനും BJPക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കലാപ സമയത്തുണ്ടായത്. അക്രമങ്ങൾ തുടർക്കഥയായപ്പോഴും ബീരേൻ സിംഗിനെ നീക്കാൻ BJP തയ്യാറായിരുന്നില്ല. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ബീരേൻ സിംഗിനോട് പദവി ഒഴിയാൻ BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞത് ബഹുമതിയാണ്. സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി മണിപ്പൂരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി. നന്ദിയുണ്ടെന്നും രാജിക്കത്തിൽ ബീരേൻ കുറിച്ചു. ഡൽഹി പാർട്ടി മേധാവി JP നദ്ദയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു രാജി പ്രഖ്യാപനം. 12ഓളം BJP MLAമാർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. കോൺഗ്രസ് കൊണ്ടുവരാനിരുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഇവർ അനുകൂലിച്ച് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് പെട്ടെന്നുള്ള രാജി നീക്കം. സംസ്ഥാനത്തെ കലാപത്തിന് മുഖ്യമന്ത്രി പിന്തുണച്ചെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ആവശ്യപ്പെട്ട് കുക്കി വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് യഥാർത്ഥ ഓഡിയോ സന്ദേശമായിരുന്നു എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തേണ്ടതില്ലെന്ന കണക്കുകൂട്ടലും രാജിക്ക് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മണിപ്പൂരിൽ ഇനി BJPക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.